റൺവേ വികസനത്തിന് സ്ഥലം ഏറ്റെടുത്ത് 9 വർഷം കഴിഞ്ഞിട്ടും സ്ഥലത്തിന്റെ വിലയോ നഷ്ടപരിഹാരമോ നൽകാതെ സർക്കാരിന്റെ ക്രൂരത. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനോട് ചേർന്ന 249 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുത്തത്. 169 കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ചതിൽ 11 കുടുംബങ്ങൾ ഇപ്പോൾ പെരുവഴിയിലാണ്. രോഗികളും ജപ്തി ഭീഷണി നേരിടുന്നവരും അനുഭവിക്കുന്നത് സമാനതകളില്ലാത്ത ദുരിതമാണ്. പല്ലിട്ട് കിടക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത്. വീട്ടില് ഏച്ചിട്ട് പോലെ നമ്മൾ പല്ലത്തോട് പല്ലിട്ട് ഞാൻ 2ാമത് ഏച്ചി കിടക്കുന്നത്. 3ാമത്തെ ഏച്ചി ക്യാൻസർ രോഗി. റൺവേയിൽ നിന്ന് മേഘക്കീറുകൾക്കിടയിലേക്ക് വിമാനങ്ങൾ ഇങ്ങനെ പറന്നു പോകുമ്പോൾ താഴെ ലേഖയുൾപ്പെടെ നിരവധി പേരുടെ കരച്ചിലും കണ്ണീരും മൂകസാക്ഷിയാണ്. കണ്ണൂർ വിമാനത്താവളം ഭൂമി ഏറ്റെടുക്കൽ 9 വർഷത്തിനിപ്പുറവും നടപ്പിലാകാത്തതോടെ ദുരിതത്തിലായ മനുഷ്യരെ കാണാം മട്ടന്നൂരിലെ കോളിപ്പാലം, കാനാട്, നല്ലാണി പ്രദേശങ്ങളിൽ. സ്വന്തം ഭൂമി സർക്കാരിന്റെ കയ്യിലെത്തിയിട്ടും 1 രൂപ പോലും പ്രതിഫലമായോ നഷ്ടപരിഹാരമായോ ലഭിക്കാത്തവർ, രോഗവും ബാധ്യതകളും തളർത്തി ജീവിതത്തിന് മുന്നിൽ നിസ്സഹായരായി നിൽക്കുന്നവർ. നമുക്കൊരു സ്ഥലം ഉണ്ടായിട്ട് സർക്കാരിന്റെ മുന്നിൽ നമ്മൾ കെഞ്ചിയിട്ട് ഒരു നഷ്ടപരിഹാരം അല്ലെ വേറെ എന്തെങ്കിലും ഒരു ചെറിയ പൈസ അതുപോലെ നമുക്ക് ഇവർ തന്നിട്ടില്ല. ഈ 2017 മെയ് 21 തകർന്നടിഞ്ഞതാണ് ഈ എയർപോർട്ട് വന്നിട്ട്. ആർക്കോ വേണ്ടി പണിത എയർപോർട്ട് നമ്മൾ നശിച്ചു. ഒരു നേരത്തെ കഞ്ഞി കുടിച്ചിട്ടല്ല നമ്മളെ വീട്ടിൽ ജീവിച്ചത്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവള റൺവേ വികസനത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ 2016 ഭരണാനുമതി ലഭിക്കുന്നത്. 249 ഏക്കർ ഭൂമി ഏറ്റെടുക്കാനായിരുന്നു തീരുമാനം. പിന്നാലെ വിജ്ഞാപനമിറങ്ങിയതോടെ ഭൂമി സർക്കാരിന്റെ ഉടമസ്ഥതയിലായി. എന്നാൽ യഥാർത്ഥ ഉടമസ്ഥർക്ക് പണം നൽകാൻ ഒരു നടപടിയും ഉണ്ടായില്ല. ഇതോടെ 249 ഏക്കർ ഭൂമി ആർക്കും ഉപകാരപ്പെടാതായി. 169 കുടുംബങ്ങൾ കുടിയിറക്കപ്പെട്ടു. പലരും സ്വന്തം വീടുകളിൽ നിന്നിറങ്ങിയത് എങ്ങോട്ടെന്ന് പോലും അറിയാതെ. വാടക വീടുകളിലേക്ക് മാറിയവർ സ്വന്തം നിലയ്ക്ക് വാടക നൽകേണ്ട ഗതിയിലുമായി. പലരും പല വഴിക്ക് പോയപ്പോൾ പോകാനിടമില്ലാതായ 11 വീട്ടുകാർ അക്ഷരാർത്ഥത്തിൽ പെരുവഴിയിലായി. അവരുടെ വീടുകൾ കാട് കയറിയും തകർന്നു വീണും നശിച്ചു. 75 സെന്റ് ഭൂമി സ്വന്തമായുണ്ടായിട്ടും മരിച്ചപ്പോൾ പ്ലാസ്റ്റിക് ഷീറ്റ് കെട്ടി പൊതുദർശനം നടത്തേണ്ടി വന്ന തമ്പായി അമ്മയെ ഓർക്കുമ്പോൾ മകൾ ലേഖയ്ക്ക് കരച്ചിലടക്കാനായില്ല. അമ്മ മരിച്ചിട്ട് കീഴിൽ ഒരു ഷീറ്റ് കെട്ടിയിട്ട് അമ്മേനാടാ പിന്നെ പൊതുദർശനത്തിൽ വെച്ചു. അമ്മ മരിക്കുമ്പോൾ ജനിച്ച വീട്ടിൽ ശവം കൊണ്ടുവരാൻ പറ്റിയില്ല. ഇത് ഒരു ലേഖയുടെ മാത്രം അനുഭവമല്ല. അധികൃതരുടെ മെല്ലപ്പോക്കിലും പിഴവുകളിലും ഇവിടുത്തെ ഓരോ മനുഷ്യർക്കും പറയാൻ ഓരോ ദുരനുഭവങ്ങളുണ്ട്. കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ചികിത്സയിൽ തുടരുന്ന കുഞ്ഞിപ്പുരയിൽ നസീറ ജപ്തി ഭീഷണിക്ക് മുന്നിലാണ് പകച്ചു നിൽക്കുന്നത്. 3050 മീറ്റർ റൺവേ 4000 മീറ്റർ ആക്കാനാണ് കിയാലിന്റെ പദ്ധതി. എന്നാൽ ഇതിനാവശ്യമായ 249 ഏക്കർ ഭൂമിയുടെ വിലയും നഷ്ടപരിഹാരവും 7 വർഷത്തെ പലിശയുമടക്കം 900 കോടി രൂപ എങ്ങനെ കണ്ടെത്തുമെന്ന് ഇപ്പോഴും ധാരണയില്ല. 168ഓളം വീടുകളാണ് ഇവിടെയുള്ളത്. അപ്പോൾ 9 വർഷമായിട്ട് ഈ 168 കുടുംബങ്ങളും വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. ജീവിക്കണോ മരിക്കണോ എന്നുള്ള തരത്തിലുള്ള ഒരു വല്ലാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ഉള്ളത്. സാങ്കേതികമായിട്ട് വിഷയങ്ങൾ ഇപ്പോൾ ഒന്നുമില്ല. ബാക്കി എല്ലാ നടപടികളും പൂർത്തീകരിച്ചു. ഇനി 91 നോട്ടിഫിക്കേഷനാണ് വരേണ്ടത്. ഇതിനാവശ്യമായിട്ടുള്ള ഫണ്ടിന് 900 കോടിക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് റിക്വസ്റ്റും ഇവിടുന്ന് കൊടുത്തിട്ടുണ്ട്. കളക്ടറേറ്റിൽ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെ ജനപ്രതിനിധികൾക്ക് മുന്നിലും മനുഷ്യാവകാശ കമ്മീഷന് മുന്നിലുമൊക്കെ എത്തിയെങ്കിലും ഇവരുടെ പ്രശ്നപരിഹാരം മാത്രം ഇതുവരെ ടേക്ക് ഓഫ് ചെയ്തില്ല. അതേസമയം ഇതേ പ്രദേശത്ത് കിൻഫ്ര മുഴുവൻ പണവും നൽകി ഭൂമി ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും പ്രശ്നത്തിന് പരിഹാരമില്ലെങ്കിൽ വഴിമുട്ടിയ മനുഷ്യർ എന്തും ചെയ്തേക്കുമെന്ന അവസ്ഥയിലാണ്. മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.